വേൾഡ് എക്സ്പോ 2025 ഒസാക്കയിൽ വെച്ച് നടക്കുകയാണ്. അതിലുള്ള ചില സ്റ്റാളുകൾ പരിചയപ്പെടാം. ഇത് 29ഓളം സ്റ്റാളുകളുള്ള ചെറിയൊരു പവലിയനാണ്. ഐ മീൻസ് 29 രാജ്യങ്ങളുടെ പവലിയൻ, അത് സ്റ്റാളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പവലിയൻ. അതായത് 29 രാജ്യത്തിനും ചെറിയ ചെറിയതായിട്ട്. ആദ്യം ബൊളീവിയ. ഈ ബൊളീവിയയിലേക്ക് ഫുൾ കളർഫുള്ളാണ് ബൊളീവിയൻ്റെ ഐറ്റംസ് എല്ലാം. നിങ്ങൾക്ക് കാണാം, പല പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫോട്ടോസ് ഉണ്ട്. അതുപോലെ അവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് പൗഡേഴ്സാണിത്. ഇത് പേരൊക്കെ വായിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പലതരത്തിലുള്ളതാണ്. ക്രീമുകളൊക്കെയാണ്. ഫേഷ്യൽ ക്രീമുകളുണ്ട്, അതുപോലെ വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, മറ്റുള്ള ഭക്ഷണം കഴിക്കുന്ന കാപ്പിപ്പൊടിയുണ്ട്, കാപ്പിക്കുരുണ്ട്. ഈ ഒരുപാട് അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഐറ്റംസുകളാണുള്ളത്. ഈ ഓരോ സ്റ്റാളിലും ഓരോരോ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതേപോലെ ഇത് അവിടെയുള്ള പ്രത്യേകിച്ച് കരകൗശല വസ്തുക്കൾ എന്തൊക്കെയാണ്, കൊട്ടയും വട്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഓരോ സ്റ്റാളിലും ഉണ്ടാവുക. ഇത് അവിടുത്തെ ഈ രാജ്യത്തിൻ്റെ പരമ്പരാഗത വസ്ത്രരീതിയാണ് എന്ന് കരുതുന്നു. നമുക്കിനി അടുത്തത് സമോവയിലേക്ക് പോകാം. സമോവ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. അതിൻ്റെ പരമ്പരാഗത രീതിയിലുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഡ്രസ്സിങ് രീതികൾ, മെയിനായിട്ടുള്ള ഡ്രസ്സിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. വാഴയാണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രധാന കൃഷി. അതേപോലെ ആയുധങ്ങൾ, മരം കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ. ഒരു പക്ഷേ മരം കൊണ്ടായിരിക്കും അവിടെ ആയുധങ്ങൾ. പരമ്പരാഗത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അധികവും LCD ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നത്. വളരെ ടെക്നിക്കലായിട്ട് നമ്മൾ വളരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു രാജ്യത്തിൻ്റെ എല്ലാം ഇങ്ങനെ ഒരു TV സ്ക്രീനിൽ കാണാൻ കഴിയുന്നതന്നെ നമുക്ക് വലിയ കാര്യമാണ്. ദെൻ അവിടുത്തെ സോപ്പ്, ഹാൻഡ് വാഷ്, മറ്റുള്ള ജെല്ല്, ഷാമ്പു, ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണത്. മറുപടി തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ചും കൂടി ഭക്ഷണ സാധനങ്ങൾ, മെയിനായിട്ടുള്ള കോക്കനട്ട് ഐറ്റംസ്, ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ഈ ഒരു ചെറിയ സ്റ്റാളിലുള്ളത്. അതേപോലെ തന്നെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നിറച്ചു ആളുകളാണ്. അതവിടെ ചെറിയൊരു ബ്രേസ്ലെറ്റാണോ നെക്ലേസ് ആണോ അറിയില്ല. അങ്ങനെ ഓരോരോ സാധനങ്ങൾ കണ്ട് ഞാനങ്ങനെ നടക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാളിലേക്ക് പോവാം. സീഷെൽസ്. ഈ സീഷെൽസിലേക്ക് കടന്നപ്പോൾ തന്നെ നമുക്ക് പേര് പോലെ തന്നെ ഫുള്ളൊരു കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഈ ഒരു തേങ്ങ, ഇതിനെന്താ പറയുക, തേങ്ങ പോലത്തെ ഒരു സാധനം, തേങ്ങയല്ല കേട്ടോ, ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കായ. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലെ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതേപോലെ ഒരു ആമ, ഒരു തേങ്ങയും ഒരു ആമയാണ് ഈ സ്റ്റാളിൽ മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, ആ രാജ്യത്തിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ഇവിടെ നമുക്ക് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേയിൽ വരും. ആ സ്ക്രീനിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ജീവിത രീതിയും കാർഷികവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം. നമ്മൾ നേരത്തെ കണ്ട വലിയ കായ ഉണ്ടാവുന്ന മരമാണിത്, ഒരു പന പോലത്തത്. നെക്സ്റ്റ് പലാവ്. വെൽക്കം ടു ദ പലാവ്. ഇതും അതേപോലെ തന്നെയാണ്. അധികം ഐറ്റം ഒന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ഒരു മരം കൊണ്ടൊക്കെ ചിത്രപ്പണിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അതേപോലെ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും രൂപം തോന്നിക്കുന്ന ഒരു ചെറിയ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതുപോലെ മരം കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന മറ്റു ചില കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ തന്നെ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഹാൻഡ് മെയ്ഡിനാണല്ലോ ഇപ്പോൾ പ്രചാരം കൂടുതൽ. അതേപോലെ ഈ ഇതിൻ്റെ ഉള്ളിലും കാര്യമായിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് അടുത്ത പവലിയനിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഗുയിനി ബസാവു. പേര് തന്നെ പറയാൻ പറ്റത്തില്ല, കാരണം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേര് തന്നെ കേൾക്കുന്നത്. അവിടെയുള്ളത് നല്ല ചില്ല് കൂട്ടിലിട്ട് വെച്ച ഒരുപാട് ശില്പങ്ങളാണ്. ഇതെല്ലാം വുഡൻ ആണെന്നാണ് പറയുന്നത്. വുഡൻ ശില്പങ്ങളാണ് ഇത്. പോർസലിൻ ടൈപ്പും മണ്ണിൻ്റെയൊക്കെ മറ്റൊരു സംഭവം. അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളും ഇവിടെ ആഘോഷങ്ങളും ആചാരങ്ങളും ജീവിത രീതിയൊക്കെ ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഓരോ അരമണിക്കൂറിൽ റൊട്ടേറ്റ് ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ വാദ്യോപകരണങ്ങളാണ്. ഇത്രയും കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് പവലിയനിലേക്ക് പോകാം. അടുത്തത് വനൗത്തോ ആയിരിക്കാം, അതായിരിക്കാം എൻ്റെ പ്രൊനൗൺസിയേഷൻ. അവിടെയും കാര്യമായിട്ടൊന്നുമില്ല. ആകെ ഈ ഒരു 2-3 ശില്പങ്ങളാണുള്ളത്. ഇതിപ്പോൾ ഒരു ആണും പെണ്ണും ഒക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള എന്തോ ഒരു തരത്തിലുള്ളൊരു ശില്പം, എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇതൊന്നും കൂടുതലായിട്ട് പഠിക്കാമെന്നില്ല. എനിക്ക് ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കാണിത്. വെറുതെ ഒന്ന് കയറി ഒന്ന് വീഡിയോ എടുത്തു. ഇത് മറ്റുള്ള നമ്മുടെ പോലെ പല ആളുകളുണ്ടാവും, എന്താണ് എക്സ്പോയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. പിന്നെ അതേപോലെ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട മദ്യം, ഈ മദ്യത്തിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേയും കൂടി ഈ സൈഡിലുണ്ട്.
നമ്മൾക്ക് ഈ ഒരു മദ്യത്തിൽ അവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ ഞാൻ സൂം ചെയ്യുന്നില്ല. പല വെറൈറ്റിയാണ്, വിസ്കി ഉണ്ട്, റമ്മുണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിലുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള മുഖത്തിൻ്റെ ഒക്കെ ആകൃതിയിലുള്ള ശില്പങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എസ്വാത്തിനി. വെൽക്കം ടു എസ്വാത്തിനി. അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാട്ടോ. 2 കിളിക്കൂടുണ്ട്. ഈ കിളിക്കൂടല്ലാതെ ആ ആകൃതിയിലുള്ള എന്തോ ഒരു കരകൗശല വസ്തുവാണ്. പിന്നെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ സമുദ്രത്തിലുള്ള ചെറിയ ദ്വീപുകളാണെന്ന് തോന്നുന്നു. കാരണം എല്ലാം ഈ മീനും ആമയും മുയലും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. കാരണം മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കുറച്ച് കൊട്ടയും മട്ടിയും പാത്രവും കയറും ഒക്കെ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മറ്റൊന്ന്. ഇനി ചുമരിലെല്ലാം ചൂലെല്ലാം കെട്ടി തൂക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ചൂരൽ കൊണ്ടുള്ള മറ്റു സംഭവം. അങ്ങനെ വീണ്ടും നമ്മൾ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് ഇതിൽ തന്നെ മറ്റെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ, നല്ല പ്യുവർ ഗ്ലാസ്സിൽ സ്ഫടികം കൊണ്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന ആന, കുതിര, സിംഹം, പോത്ത്, അങ്ങനത്തെ ഒരുപാട് ഐറ്റം. ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. അത് അവിടെ എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ്സിൽ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിരിക്കാം. ചെറിയ വൈൻ ഗ്ലാസ് പോലെ, അതുപോലെ പല മോഡൽ ഉള്ള. പിന്നെ ചെറിയ ചവിട്ടി പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ചവിട്ടി കിട്ടും, പായ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും പുറത്തേക്ക് കിട്ടുന്നു. അടുത്തത് തോങ്ക എന്ന് പറയുന്നതും ചെറിയൊരു ദ്വീപ് രാജ്യമാണ്. ഇവിടെയും ഈ ഒരു സ്റ്റാളിലും കണ്ടില്ലേ ആമയുടെ ഒരു ഇത്. പിന്നെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റമൊന്നുമില്ല. ചുമരിൽ കുറച്ച് ഫോട്ടോസും, പിന്നെ അതേപോലെ തന്നെ ആസ് യൂഷ്വൽ എല്ലാ പവലിയനിലുള്ളതുപോലെ ഒരു സ്ക്രീനിൽ ഈ രാജ്യത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചിത്രങ്ങൾ ചുമരിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പരമ്പരാഗത ഡ്രസ്സ് രീതിയാണെന്ന് തോന്നുന്നത്. ഈ രാജ്യത്ത് പവലിയനിൽ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. കാര്യമായിട്ടുള്ള ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെയും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം ചെറിയ സ്റ്റാളുകളാണ്. നമ്മൾക്ക് വലിയ സ്റ്റാളുകൾ പുറകിൽ കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ചെറിയ സ്റ്റാളിലേക്ക് പോയത് പെട്ടെന്ന് തീരും. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്താൽ നിങ്ങളിലേക്ക് എത്തുന്നത് എളുപ്പമായിരിക്കും. അടുത്തത് സോളമൻ ഐലൻഡാണ്. സോളമൻ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഐലൻഡ് പോലെ തന്നെ ഫുള്ളൊരു കടലിലേക്ക് ഇറങ്ങിയൊരു പ്രതീതിയുള്ളൊരു കളറും ഫീലിങ്ങൊക്കെ ആയിട്ട് ചെറിയൊരു വീടൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും കോക്കനട്ട് ആയിട്ടാണ് മെയിനായിട്ടുള്ളത്. കോക്കനട്ടിൻ്റെ ഓയിൽ, വെർജിൻ ഓയിൽ, കോക്കനട്ട് സോപ്പ്, കോക്കനട്ട് ഷാമ്പു, അതേപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പിന്നെ അതുപോലെ ഫേസ് വാഷ്, ഫേസ് ലിക്വിഡ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തും അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് വാങ്ങാം കേട്ടോ അവിടുന്ന്. അതുപോലെ നമ്മുടെ വള്ളംകളിയോട് താരതമ്യം തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു നിർമ്മിതി അവിടെ ഉണ്ട്. അതേപോലെ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ, ഒരു മുഖം. ഇതൊരാണിൻ്റെ മുഖമാണോ പെണ്ണിൻ്റെ മുഖമാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചുറ്റും നടന്നു നോക്കിയൊരു എനിക്ക് മനസ്സിലാവുന്നില്ല ആരതാണെന്നുള്ളത്. നിങ്ങൾ പറ ആരതാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് പവലിയനിലേക്ക് പോവാം. അത് ഗ്രനേഡ പവലിയനാണ്. ഇതിൽ ഒരു സാധനവുമില്ല, വെറുതെ കുറേ ചുമരിൽ കുറച്ച് ഫോട്ടോസ്, നടുക്കൊരു ചെടി. ഇതാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. ഈ ഒരു സ്റ്റാളിൽ വളരെ ചുരുങ്ങിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു രാജ്യം ഉണ്ട് എന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണോ എന്നും കൂടി എനിക്കറിയില്ല. ഇതടുത്ത് നമ്മൾ മറ്റൊരു പവലിയനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഉപയോഗിച്ച തരത്തിലുള്ള കുറച്ച് മറ്റേ ചിരവയുണ്ട്, മറ്റേ അരയ്ക്കുന്നത് പൊടിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ പരമ്പരാഗത രീതിയിൽ ഡ്രസ്സിട്ട് നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇത്രയും കണ്ട എല്ലാ പവലിയനിലും ഏകദേശം പോലെയാണ്. അടുത്തത് കിർഗിസ്ഥാൻ്റെ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ 2 പേര് അവിടുത്തെ പരമ്പരാഗത ഡ്രസ്സ് ഇടിയിപ്പിച്ചിട്ടുള്ള ബൊമ്മകൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇതാണ് ഇതിൻ്റെ വെറൈറ്റി. കുറേ ചെറിയ കലാരൂപങ്ങളും അതുപോലെ ചെറിയ മിനിയേച്ചർ രൂപങ്ങളെല്ലാം കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിനി അവിടുത്തെ എന്തോ ആചാരമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതെല്ലാം കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾക്ക് നടക്കാം, ഓരോന്നും കണ്ട് കാഴ്ച. ഇതിന് ഓരോന്നും എന്താണെന്നൊക്കെ അവിടെ ഒരു ഗൈഡിൻ്റെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. പല ബിംബങ്ങളും അതിൻ്റെ സിമ്പിൾസുമൊക്കെയാണ്, എന്തോ ആവട്ടെ. അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അവിടെ ആ സ്ക്രീനിലും നമ്മൾ നേരത്തെത്തതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഒരു രാജ്യത്തിലേക്ക് പോവുകയാണ്. ഇതേതാണ് ശ്രീലങ്ക. ഈ ശ്രീലങ്കേൻ്റെ ഇതിൽ മെയിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്ക് മനസ്സിലാവും. മെയിനായിട്ട് ടീ ആണ്. പലതരത്തിലുള്ള ടീ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഗ്രീൻ ടീ ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഗ്ലാസ്സിൽ അത് ആ പാക്കറ്റിലുള്ള ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ
ജഗ്ഗിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ കപ്പിൽ ആ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ള് ചായപ്പൊടി മയമാണ് അവിടെ. ഈ ഇതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു സ്മെല്ലാണ്. ഒരു നല്ലൊരു ഫ്രഷ് തേയിലത്തോട്ടത്തിലേക്ക് കയറിയ ഒരു സ്മെല്ലാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. കാരണം ഫുള്ള് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത സ്റ്റാളിലേക്കുള്ള യാത്രയിലാണ്. അടുത്ത സ്റ്റാള് എവിടെ? വെൽക്കം ടു മൊറീഷ്യസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവിടുത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ പല ഡിസ്പ്ലേയിലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും പ്രത്യേകിച്ച് ആകെ കാണാനുള്ളത് ഈ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പായക്കപ്പലിൻ്റെ രൂപം. ഇതും കൈകൊണ്ടുണ്ടാക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. തുടർന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ മെയിൻ ആയിട്ടുള്ള ടൗണിൻ്റെ ഒരു അടിപൊളി ഒരു പിക്ചർ, സിറ്റി ഓഫ് പോർട്ട് ലൂയിസ്, അടിപൊളിയായിട്ട് ലൈവായിട്ട് നമുക്ക് കാണുന്നത് പോലൊരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം നോക്കി നിൽക്കാനുണ്ട്. പിന്നെ ഒന്നുമില്ല ഇതിൽ, ഈ സ്റ്റാളിൽ വേറെ ഒന്നുമില്ല. അടുത്തത് കെനിയേൻ്റെതാണ്. കെനിയേൻ്റെ സ്റ്റാളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കെനിയേൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ, രണ്ടുപേര് സുന്ദരനും സുന്ദരി അവിടെ ഉണ്ട്. കെനിയേൻ്റെ സ്റ്റാളിലും കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല. അത് 2 ബൊക്കെ വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ പനയോലയോ അങ്ങനെ എന്തോ കൊണ്ടുണ്ടാക്കിയ പാത്രം, പിന്നെ അവിടുത്തെ പരമ്പരാഗത അവിടുത്തെ ദേശീയ ഭക്ഷണം എന്തോ ആണ്, കാപ്പിപ്പൊടിയും കുറച്ച് നെട്ടും ബോൾട്ടൊക്കെയാണ്, നെട്ടൊക്കെ പരിപ്പൊക്കെയാണ് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് തിന്നരുതെന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കെനിയനെ കുറിച്ച് മനസ്സിലാക്കാം. അവിടെ ഒരു 10-20 മിനിറ്റ് ചിലവഴിക്കുകയാണെങ്കിൽ. അടുത്തത് ഖാനയിലും മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാദ്യോപകരണങ്ങളുടെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ കൊക്കോൻ്റെ മെയിൻ സ്ഥലമായതുകൊണ്ട് ഒരു കൊക്കോ ചെടി അവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൊക്കോ ചെടി മാത്രമാണ് ഇതിനുള്ളത്. പിന്നെ ചെറിയൊരു മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് മാല, അവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. കണ്ടോ, ഈ ഒരു വാദ്യോപകരണമൊക്കെയാണുള്ളത്. വേറെ ഇവിടെ ഇതിലും കാര്യമായിട്ടൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പിന്നെ ബുറുണ്ടി. വെൽക്കം ടു ബുറുണ്ടി. ഈ ബുറുണ്ടിയിൽ എന്താ ഉള്ളത്? നല്ല തട്ടുമുട്ടും, ആളെ അടിപൊളിയായിട്ട് കൊട്ടുന്നുണ്ട്. ഇതാണ് അവിടുത്തെ മെയിൻ വാദ്യോപകരണം. ഇതവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളൊന്നാണത്. അതിൻ്റെ തന്നെ പല ചെറിയ മോഡലുകൾ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെയും ഗ്രീൻ ടീ ആണ്. അവരെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. ഗ്രീൻ ടീയും പിന്നെ അവിടുത്തെ മറ്റു ചില കരകൗശല വസ്തുക്കളും ഒക്കെ തന്നെയാണ് ഇവിടെ. ഇത് ചെറിയതാണെങ്കിലും കാണാൻ ഒരുപാടുണ്ടായിരുന്നു ഇതിൻ്റെ കേട്ടോ. കുറേ ചെറിയ പ്രതിമകളും ചെറിയ മറ്റുള്ള ഫോട്ടോസും ചെറിയ നിർമ്മിതികളൊക്കെ ആയിട്ട് കുറേ നേരം നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ചെറിയതാണെങ്കിലും ബുറുണ്ടി എന്നെ ഒന്ന് വിസ്മയിപ്പിച്ചു. ചെറിയതാണെങ്കിലും ഒരുപാടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതല്ലാതെ തന്നെ കുറേ നേരം അതൊക്കെ ഇരുന്ന് ഓരോന്നിൻ്റെയും പല ചെറിയ ഷേപ്പ് മാറ്റങ്ങളൊക്കെ കണ്ടിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സെയിൻറ്റ് ലൂഷ്യയിലും ഇതുപോലൊക്കെ തന്നെയാണ്. വെറുതെ ഒരു ഹാളാണ്. ആ ഹാളിൽ കുറേ ഫോട്ടോ ഞാൻ ആദ്യം വെച്ചത് മറ്റേ മുഹമ്മദ് ബഷീറിൻ്റെ മാതിരിയുണ്ട് ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ അത് ഇവിടെയും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ കുറച്ച് ചെറിയൊരു വയലിനോ ഗിറ്റാർ പോലത്തെ എന്തോ ഒരു സാധനം. പിന്നെ താഴെ കുറച്ച് ഷാമ്പൂ, പേസ്റ്റ് കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ ഒരു നിർമ്മിതി വളരെ മനോഹരമായിട്ടുണ്ട്. മെറ്റലാണത്, മെറ്റാലിക് ക്രിയേഷനാണ്. പിന്നെ ഇവിടെ എന്താ നമ്മളെ മേത്തൊക്കെ തേച്ച് കുളിക്കുന്ന പോലത്തെ ഒരു സാധനം, നമ്മുടെ എന്താ പറയുക സ്ക്രബ്ബർ പോലത്തെ ഒരു സാധനമാണത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ മെയിനായിട്ട് എന്താണ് റമ്മ്, വിസ്കി, ബ്രാൻഡി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആ രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് യമനിലേക്ക് പോകാം. ഈ യമനിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ചില പഴയ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അറബിക് കഥകളിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഫീലിങ്സ് എനിക്ക് അവിടെ കിട്ടി. കാരണം അവിടെയുള്ള ജനലുകളും പിന്നെ അതേപോലെ അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പല തരത്തിലുള്ളത് പല പാർട്ടീഷൻ ചെയ്തുകൊണ്ട് കാണിക്കുന്നുണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട്. അത് വളരെ മനോഹരമായിരുന്നു. വളരെ കാണാൻ നമുക്ക് കുറേ നേരം ആ ചിത്ര പണികളും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാനുള്ള ഒരു ടൈമിങ്ങും ഒക്കെ എടുക്കേണ്ടി വന്നു അവിടെ അത് കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റ് അവിടെ ഉള്ളത് ബാർബഡോസ് എന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെ ഫുൾ പേപ്പർ വർക്കുകളാണ്, ഫുൾ സ്റ്റിക്കറുകളാണ്. ഇവിടെ ഇവർ മദ്യവും മറ്റുമൊക്കെ അവരെ രാജ്യത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ചിത്രങ്ങളിലും TV സ്ക്രീനുകളിലും ഒക്കെ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ചുമരിൽ കാണാൻ കഴിയും.
കണ്ടോ, ഇതെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആ രാജ്യത്തുണ്ടാക്കുന്ന മദ്യത്തിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ചെറിയ സ്റ്റാളുകളുടെ വിശേഷങ്ങൾ. അടുത്ത എക്സ്പോ വിശേഷങ്ങളുമായിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.